ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന റെസിപ്പി ആവിയിൽ വേവിച്ച നല്ല പുതുമയുള്ളൊരു കിണ്ണത്തപ്പമാണ്. കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കുന്ന ഈ രുചികരമായ കിണ്ണത്തപ്പം അധികം എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റാവുന്ന ഈ രുചികരമായ കിണ്ണത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ പ്രിപ്പറേഷൻ കണ്ടാലോ. കിണ്ണത്തപ്പത്തിന് വേണ്ടി കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും വറുത്തെടുക്കണം. ഇതിലേക്കായിട്ട് ഒരു ഫ്രൈ പാൻ സ്റ്റവിൽ വെച്ച് കൊടുത്ത് 2 ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഡെക്കറേഷന് വേണ്ടി മാത്രമായതുകൊണ്ട് കുറച്ച് നട്ട്സും കിസ്മിസും മാത്രമേ ഇവിടെ വറുത്തെടുക്കുന്നുള്ളൂ. ഇവിടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നല്ലതുപോലെ മൂത്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ പാനിൽ നിന്നും മാറ്റി കൊടുക്കാം. റെസിപ്പിക്ക് വേണ്ടിയിട്ട് 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇനി നട്ട്സൊക്കെ വറുത്ത് കോരിയ അതേ പാനിൽ തന്നെ ഇത് ഇട്ട് കൊടുക്കാം. എക്സ്ട്രാ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല. പാനിൽ ഉണ്ടായിരുന്ന നെയ്യിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ കുക്കായി വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. പഴക്കഷ്ണങ്ങൾ പാകമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ബാറ്റർ തയ്യാറാക്കാനായിട്ട് വലിയൊരു മിക്സർ ജാർ എടുക്കാം. ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ച പഴക്കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് തണുത്തതിന് ശേഷം വേണം മിക്സർ ജാറിലേക്ക് മാറ്റേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ബൗൾ നിറയെ ഫ്രഷ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് 200 ഗ്രാം ശർക്കരപ്പൊടിയാണ്. ഇത് ശർക്കരപ്പൊടി ഓർഗാനിക്കാണ്, കരടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നു. ഇല്ലെങ്കിൽ ഉരുക്കിയ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത കൂട്ടിനെ ഒരു വലിയൊരു ബൗളിലേക്ക് മാറ്റാം. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഏത്തപ്പഴം നല്ല പെർഫെക്റ്റ് ആയിട്ട് അരഞ്ഞു കിട്ടണമെന്നൊന്നുമില്ല. കുറച്ച് അറിയാതെ കിടന്നാലും കുഴപ്പമില്ല. അതൊക്കെ കടിക്കാൻ കിട്ടുമ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഒരുവിധം നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്താൽ തുല്യ അളവിൽ തന്നെ റാഗിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത 2 പൊടിയും റോസ്റ്റഡ് ആയിരിക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരും. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നേരത്തെ പഴം അരച്ചു വെച്ച മിക്സർ ജാറ് കഴുകിയതാണ്. വെറും വെള്ളത്തിന് പകരം ഇങ്ങനെ ഉപയോഗിച്ചാൽ ആ പഴത്തിൻ്റെ സ്വാദ് കൂടുതലായിട്ട് കിട്ടുകയും അത് പാഴാകാതിരിക്കുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും കുറച്ച് ലൂസാകാനുണ്ട്, അതുകൊണ്ട് ബാക്കി ഇരുന്ന വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 2 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ മറക്കാതെ തന്നെ നിങ്ങളത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുക്കണം. ബാറ്റർ ഇവിടെ ശരിയായ കൺസിസ്റ്റൻസിയിൽ തന്നെ മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര കട്ടി വേണം. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇവിടെ മാവ് നോക്ക് കുറച്ചുകൂടെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ബാറ്ററിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും സോഡാപ്പൊടി ഉപയോഗിക്കുന്നില്ല. പഴം അരച്ച് ചേർത്തുകൊണ്ട് ആവശ്യത്തിന് സോഫ്റ്റ് ആയിരിക്കും. ഇനി ഈ ബാറ്ററിനെ കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പേ തന്നെ ഇതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് നന്നായിട്ട് എല്ലായിടവും വരത്തക്ക വിധത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്ററെല്ലാം മുഴുവൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഇഡ്ഡലി കുക്കറിലോ അപ്പച്ചെമ്പിലോ അല്ലെങ്കിൽ വലിയ പാത്രത്തിലോ ഒക്കെ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിലേക്ക് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വേവിച്ചതിന് ശേഷം തുറന്നിട്ട് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെക്കുന്നതിൻ്റെ കാരണം ഇത് നേരത്തെ വെച്ചാൽ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഇതെല്ലാം താഴേക്ക് പോവും. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നന്നായിട്ട് അടച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ അളവിനനുസരിച്ച് സമയം വ്യത്യാസപ്പെടുന്നതാണ്. ഇവിടെ 15 മിനിറ്റായി. അപ്പോൾ തുറന്ന് നോക്കി. അപ്പോൾ ഇത് വെന്തോ എന്നറിയാൻ ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ അതിലൊന്നും പറ്റിപ്പിടിച്ചില്ലെങ്കിൽ അത് വെന്തു എന്നർത്ഥം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി വെച്ച് ഏകദേശം ഒരു 25 മിനിറ്റോളം ഇതൊന്ന് തണുക്കാൻ വെക്കണം. നല്ലതുപോലെ തണുത്ത് കിട്ടിയാൽ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിടുവിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് പാനിൽ നിന്നും വിട്ടിളകി വരുന്നതാണ്. ഇവിടെ
നല്ല രസമുണ്ടല്ലേ ഇത് കാണാൻ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ വളരെയധികം രുചികരമാണ് ആവിയിൽ വേവിച്ച ഈ കിണ്ണത്തപ്പം. അധികം എണ്ണയൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. ക്രിസ്മസ് ഒക്കെ വരികയാണ്, വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. കൂടാതെ ഈ കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.